സർവ്വവ്യാപിയായ പ്രഭു, ദ ഒംനിഷ്യന്റ് ലോർഡ്, LVM കിഷോർ. 32 വർഷം പിന്നോട്ട് സഞ്ചരിച്ച് ആ കാലഘട്ടത്തിലെ ചില സംഭവങ്ങൾ പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു ബാച്ച് എന്ന നിലയിൽ സ്വാമിയുടെ സ്നേഹവും ഔദാര്യവും മനസ്സിലാക്കാൻ ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടേതായ ചെറിയ വഴികളിലൂടെ സ്വാമിയെ കണ്ടെത്തുകയായിരുന്നു. ഈ മുഴുവൻ പ്രക്രിയയിലും പ്രൊഫസർമാരും ഞങ്ങളെ സഹായിക്കുന്നുണ്ടായിരുന്നു. പ്രൊഫസർമാരുടെ ആ ക്ലാസുകളിൽ ഒന്നിൽ അവരിൽ ഒരാൾ ഞങ്ങളോട് പറഞ്ഞതോർക്കുന്നു, അതെ, നിങ്ങൾക്ക് സ്വാമിയെക്കുറിച്ചറിയില്ല. പക്ഷേ സ്വാമിയെ പരീക്ഷിക്കാൻ നിങ്ങൾക്ക് പൂർണ്ണ അവകാശമുണ്ട്, ശരിയാണ്. എന്നാൽ സ്വാമിയെ എങ്ങനെ പരീക്ഷിക്കണമെന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. സാക്ഷാൽ ഭഗവാനെ എങ്ങനെയാണ് പരീക്ഷിക്കാൻ കഴിയുക? അതിനാൽ അതൊരു ക്ലാസ് മാത്രമായിരുന്നു, ഒരു പ്രസ്താവന മാത്രം. ഞങ്ങൾ ഹോസ്റ്റലിലേക്ക് മടങ്ങി. യെസ് സർ 3 ബാഗ്സ് ഫുൾ. അത്താജുവിനു ശേഷമുള്ള സുഹൃത്തുക്കളുടെ ചർച്ചകളിലൊന്നിൽ ഞങ്ങൾ ഞങ്ങളുടെ നഗരങ്ങളിൽ സ്കൂൾ തുടങ്ങിയ നാളുകളെക്കുറിച്ചും നഴ്സറി ക്ലാസുകളിലെ ആദ്യ ദിവസങ്ങളെക്കുറിച്ചും ഓർത്തെടുക്കുകയായിരുന്നു. സംഭാഷണം നഴ്സറി കവിതകളിലേക്ക് തിരിഞ്ഞു. അങ്ങനെ അവരിലൊരാൾ ചോദിച്ചു, ഓ, നിങ്ങളെല്ലാം ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ പഠിച്ചിട്ടുണ്ടോ? മറ്റൊരാൾ പറഞ്ഞു, ഇല്ല. ഞങ്ങൾ നൻഹ മുൻഹ റാഹി ഹൂൻ, ഞാനൊരു ചെറിയ സഞ്ചാരിയാണ് പഠിച്ചത്. വിവിധ കവിതകൾ കടന്നുവന്നു. അവസാനത്തെ കവിത ബാബ ബ്ലാക്ക് ഷീപ്പായിരുന്നു. ഞങ്ങൾ ആ വരി ഉച്ചരിച്ചതും ബെൽ മുഴങ്ങി. ആ ബെൽ ലൈറ്റുകൾ അണച്ച് ഉറങ്ങാൻ പോകാനുള്ളതായിരുന്നു. ലൈറ്റുകൾ അണഞ്ഞു. ഞങ്ങളെല്ലാവരും ഉറങ്ങാൻ കിടന്നു. അതൊരു സാധാരണ രാത്രിയായിരുന്നു. പിറ്റേ ദിവസം ഞങ്ങൾ 3 പേരും മന്ദിരത്തിലിരിക്കുകയായിരുന്നു. സ്വാമിഭക്തരുടെ ഇടയിലൂടെ നടന്നു, ഞങ്ങളുടെ അരികിലൂടെയും കടന്നുപോന്നു. അദ്ദേഹം ഞങ്ങളെ ആരെയും നോക്കിയില്ല. ഞങ്ങൾ അദ്ദേഹത്തിന്റെ പാദനമസ്കാരം സ്വീകരിച്ചു. അദ്ദേഹം കുറച്ചു മുന്നോട്ട് നീങ്ങിയ ശേഷം തിരിഞ്ഞുനോക്കി പറഞ്ഞു, യെസ് സർ 3 ബാഗ്സ് ഫുൾ. അതൊരു അപൂർവ നിമിഷമായിരുന്നു. സദസ്സിലുണ്ടായിരുന്ന ഞങ്ങൾ 3 പേർക്കല്ലാതെ മറ്റാർക്കും ആ മനോഹരമായ വാക്കുകളുടെ അർത്ഥം അറിയുമായിരുന്നില്ല എന്നതാണ് സത്യം. അത് ഞങ്ങളെ 3 കാര്യങ്ങൾ പഠിപ്പിച്ചു. ഒന്നാമതായി, സ്വാമിയുടെ സർവ്വവ്യാപൃതി. സ്വാമി എല്ലായ്പ്പോഴും ഞങ്ങളിലുണ്ട്, നമുക്ക് ചുറ്റുമുണ്ട്. നമുക്ക് വിശ്വസിക്കണമെന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും, ഓരോ തവണയും നമ്മെ ഓർമ്മിപ്പിക്കണമെന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും, സ്വാമി എല്ലായ്പ്പോഴും നമ്മിലുണ്ട്, നമുക്ക് ചുറ്റുമുണ്ട്. നമ്മുടെ ഓരോ പ്രവൃത്തിയും ഓരോ ചിന്തയും അദ്ദേഹം അറിയുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് ശരിയായ ഉദ്ദേശമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വാമിയെ പരീക്ഷിക്കാൻ കഴിയും എന്നതാണ്. ആ പരീക്ഷ വിജയിക്കും എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അവൻ നമ്മളിൽ അവനിലുള്ള വിശ്വാസം വളർത്തുന്നു. നമ്മുടെ വിശ്വാസം ദൃഢമാക്കാനാണ് പറഞ്ഞു, എനിക്കൊരു പരീക്ഷ തരൂ, അതിൽ ഞങ്ങൾ എല്ലാവരും വിജയിക്കുമെന്ന് ഞാൻ പറഞ്ഞതിന്റെ ഒരേയൊരു കാരണം അതാണ്. ഞങ്ങൾ 3 പേരും യോജിച്ച അവസാനത്തെ കാര്യം, സ്വാമിയുടെ ഓരോ പ്രവൃത്തിക്കും സ്വാമിയുടെ ഓരോ വാക്കിനും വലിയ പ്രാധാന്യമുണ്ട് എന്നതാണ്. നമുക്കറിയാകാം, അല്ലെങ്കിൽ അറിയാതിരിക്കാം, എങ്കിലും ചുരുക്കം ചില ആളുകൾക്ക് ആ കുറച്ചു വാക്കുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. തീർച്ചയായും യെസ് സർ 3 ബാഗ്സ് ഫുൾ എന്നതിന് ഞങ്ങളിൽ 3 പേർക്കും വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. കാരണം ഞങ്ങൾ നഴ്സറി റൈംസിനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരുന്ന മുൻ രാത്രിയിൽ അവൻ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നുവെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. അതൊരു സംഭവമായിരുന്നു. രണ്ടാമത്തേത് ഞാൻ വിവരിക്കാം. ഞങ്ങളുടെ സഹപാഠികളിൽ ഒരാൾക്ക് ഒരു ദിവസം സ്വാമി സ്വപ്നത്തിൽ വന്നു പറഞ്ഞു, സുരേഷിനോട് സൂക്ഷിക്കാന് പറയൂ. ആ കുട്ടി ഉണർന്നു, മാതാവിനെയും പിതാവിനെയും വിളിച്ചു, തന്റെ സഹോദരന്മാരെയും കസിൻസിനെയും വിളിച്ചു. സ്വാമി സൂക്ഷിക്കാൻ പറഞ്ഞ ഈ സുരേഷ് ആരാണെന്നന്വേഷിച്ചു. അവന്റെ പ്രവൃത്തികളിലോ ദൈനംദിന ജീവിതത്തിലോ സുരേഷിനെ കണ്ടെത്താനായില്ല. അവന് ആ സ്വപ്നം ഞങ്ങളിൽ ആരോടും പങ്കുവച്ചില്ല. അടുത്ത ആഴ്ച മുഴുവൻ ഹോസ്റ്റലും സ്വാമിയുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ഒരു നാടകത്തിനായി തയ്യാറെടുക്കുകയായിരുന്നു. പശ്ചാത്തലം മാറ്റാൻ ഇന്നത്തെപ്പോലെയുള്ള LED സ്ക്രീനുകൾ ഇല്ലാതിരുന്ന കാലമായിരുന്നു അത്. സ്റ്റേജിന്റെ മുകളിൽ നിന്ന് താഴേക്കിറക്കുന്ന കൈകൊണ്ട് പെയിന്റ് ചെയ്ത കർട്ടനുകൾ ഞങ്ങൾക്കുണ്ടായിരുന്നു. പശ്ചാത്തലം മാറ്റാൻ കർട്ടനുകൾ വലിച്ചുയർത്താനോ താഴെയിടാനോ 3 ആൺകുട്ടികളുടെ ഒരു ടീം ഞങ്ങൾക്കുണ്ടായിരുന്നു. ഞങ്ങളിൽ ചിലരും ആ ടീമിന്റെ ഭാഗമായിരുന്നു. അങ്ങനെ നാടകം പുരോഗമിക്കുമ്പോൾ പശ്ചാത്തലം മാറ്റാൻ ഞങ്ങൾ സ്ക്രീനുകൾ താഴെയിടുകയും വലിച്ചുയർത്തുകയും ചെയ്യും. അത്തരം ദിവസങ്ങളിൽ ഉച്ചഭക്ഷണത്തിനു ശേഷം ഒരു ദിവസം ഉച്ചകഴിഞ്ഞ് പരിശീലനം നടത്തുമ്പോൾ എന്റെ സഹപാഠിക്കും എനിക്കുമുള്ള ചുമതല കർട്ടനുകൾ കൈകാര്യം ചെയ്യുക എന്നതായിരുന്നു. സ്റ്റേജിനടുത്തായി ഒരു വലിയ അലുമിനിയം ഏണിയുണ്ടായിരുന്നു. ഞങ്ങൾ അലുമിനിയം ഏണി വെച്ചു. എന്റെ ഈ സഹപാഠി ഏണിയിൽ കയറാൻ തുടങ്ങി. 4-5 പടികൾക്ക് ശേഷം അവന് ഏണിയിൽ നിന്ന് വലിയൊരു വൈദ്യുതാഘാതം ഷോക്ക് ഏൽക്കുകയും അവൻ താഴെ വീഴുകയും ചെയ്തു. ഞാൻ സ്റ്റേജിൽ കയറാൻ തയ്യാറായിരുന്നില്ല. ഞാൻ ഉറച്ച നിലത്തുതന്നെ ഉണ്ടായിരുന്നു. എനിക്ക് അവനെ പിടിക്കാനും കഴിഞ്ഞു. ഭാഗ്യവശം ഞങ്ങൾക്ക് 2 പേർക്കും പരിക്കുകളൊന്നും പറ്റിയില്ല. ഈ സഹപാഠിയുടെ പേര് സുരേഷ് എന്നായിരുന്നുവെന്നത് ഒരു അത്ഭുതമാണ്. നമ്മുടെ സഹപാഠികളിൽ ഒരാളുടെ സ്വപ്നത്തിൽ സ്വാമി വന്ന് ജാഗ്രത പാലിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. സുരേഷിന്റെ ബന്ധുക്കളിൽ നിന്നാണ് ഈ കുട്ടി യഥാർത്ഥത്തിൽ അന്വേഷിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഈ സന്ദേശം ഞങ്ങളുടെ എല്ലാ റൂംമേറ്റുകളെയും സംരക്ഷിക്കാൻ വേണ്ടിയുള്ളതായിരുന്നു. അതിനാൽ അവൻ എല്ലാ സമയത്തും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു.
തൂങ്ങിക്കിടക്കുകയായിരുന്നൊരു വൈദ്യുത കമ്പി യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ കുറച്ചു മിനിറ്റുകൾക്ക് ശേഷം ആ വൈദ്യുത കമ്പി അലുമിനിയം ഏണിയിൽ തൊടുകയും അങ്ങനെയാണ് സുരേഷിന് ഷോക്കേറ്റത്. ഞങ്ങളിൽ ഓരോരുത്തരെയും സംരക്ഷിക്കാൻ ശ്രമിച്ചുകൊണ്ട് നമ്മളിൽ ഓരോരുത്തരെയും സ്വാമി കണ്ടുകൊണ്ടിരുന്നു. അവൻ നമ്മളെയെല്ലാം എപ്പോഴും സംരക്ഷിക്കുന്നുണ്ടെന്ന ശക്തമായ ബോധ്യവും വിശ്വാസവും നമുക്കുണ്ടായിരിക്കണം. എല്ലാവരെയും ഒപ്പം കൂട്ടുക. ആ ദിവസങ്ങളിൽ സ്വാമി ഞങ്ങളുടെ MBA ക്ലാസ്സിൽ വന്ന് 1-2 ക്ലാസുകൾ എടുക്കാറുണ്ടായിരുന്നു. ആ ക്ലാസുകളിൽ ഒന്നിൽ സ്വാമി പറഞ്ഞ 2 വാചകങ്ങൾ എനിക്ക് ഓർമ്മയുണ്ട്. അവ എന്നിൽ ആഴത്തിൽ പതിഞ്ഞു. അവൻ പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്ന ഏത് ജോലിയായാലും എല്ലാവരെയും ഒപ്പം കൂട്ടുക. എന്നിൽ വേരൂന്നിയ രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്കൊരു ജോലി ചെയ്യാൻ കഴിയുന്നില്ലെങ്കിലോ ആരോടെങ്കിലും ഇല്ല എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അത് സ്നേഹത്തോടെ പറയുക. ആ 2 പ്രസ്താവനകളും എന്റെ വ്യക്തിപരവും തൊഴിൽപരവുമായ ജീവിതത്തിലും സായി ഓർഗനൈസേഷന്റെ പ്രവർത്തനങ്ങളിലും എല്ലാവരെയും ഒപ്പം കൂട്ടാൻ ശ്രമിക്കുന്നതിന് എന്നെ സഹായിച്ചിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു. അതെ, എല്ലാവരും ഒരേ തീരുമാനത്തോട് യോജിക്കണമെന്നില്ല. എന്നാൽ നല്ലൊരു ആശയവിനിമയത്തിലൂടെ നമുക്ക് എല്ലാവരെയും ഒപ്പം കൂട്ടാം. ഞാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കുകയും ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന രണ്ടാമത്തെ കാര്യം, സ്വാമി പറയുമ്പോൾ, ഈ ജീവിതം നമ്മുടെ സ്വന്തം ആത്മപരിവർത്തനത്തിനായുള്ള ഒരു യാത്രയാണ് എന്നതാണ്. ഇന്നലെ നമ്മളായിരുന്നതിനേക്കാൾ മികച്ച മനുഷ്യരായി നമ്മളിന്നു മാറേണ്ടതുണ്ട്. നല്ലൊരു മനുഷ്യനാകാൻ നമ്മൾ നിരന്തരം നമ്മെത്തന്നെ മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. അവസാനമായി ഈ മുഴുവൻ ഭാഗവും ഉപസംഹരിച്ചുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ജീവിതം എന്റെ സന്ദേശമായി തീരുന്ന രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതം നയിക്കണം എന്നു പറയുന്ന സ്വാമിയുടെ ഈ പ്രസ്താവനയ്ക്കോ ഉദ്ധരണിക്കോ അനുസൃതമായി ജീവിക്കുക എന്നത് തീർച്ചയായും നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്നാണ്. ഉറവിടം: ശ്രീ സത്യസായി മീഡിയ സെന്റർ. ലേഖകൻ ശ്രീ സത്യസായി ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. അദ്ദേഹം ഡൽഹി ശ്രീ സത്യസായി സേവാ ഓർഗനൈസേഷന്റെ സ്റ്റേറ്റ് പ്രസിഡന്റും നിലവിൽ ടൈംസ് ഓഫ് ഇന്ത്യയുടെ ബിസിനസ് ആൻഡ് കൊമേഴ്ഷ്യൽ വിഭാഗം വൈസ് പ്രസിഡന്റുമാണ്.